അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇഅ്മാലു ഇസ്മിൽ ഫാഇൽ എന്ന ബാബിലുള്ള ചർച്ചയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്മുൽ ഫാഇൽ അമല് ചെയ്യുന്ന വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അഥവാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഇസ്മുൽ ഫാഇൽ അമല് ചെയ്ത ഒരു ഇസ്മുണ്ടായിരിക്കുമല്ലോ. ഇസ്മു ഫാഇൽ അമല് ചെയ്തൊരു ഇസ്മുണ്ടായിരിക്കും. ആ ഇസ്മിലേക്ക് സിഫത്തായിട്ട് അതല്ലെങ്കിൽ നാഴത്തായിട്ട് വന്നതിന് എന്ത് ഇറാബാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. ഹാദ ലാരിബു സെയ്ദിൻ, ഇവനാണ് സെയ്ദിനെ അടിച്ചത്. ഒരു വിഷയവുമില്ല. ലാരിബ് എന്ന ഇസ്മു ഫാഇൽ സെയ്ദ് എന്നുള്ളതിന് അമല് ചെയ്തു. ലാരിബുൻ സെയ്ദൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വരുന്ന അംബ്ര, ഈ സെയ്ദിലേക്ക് നഅത്തായിട്ട് വരുന്ന അംബ്ര, ആ അംബ്രന് എന്ത് അമലാണ്, എന്ത് ഇറാബാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പറയുന്നത്. രണ്ടാമതായി ഇപ്പോൾ ഇസ്മു ഫായിലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇസ്മു മഫ്ഊലും. ഇസ്മു ഫായിലിനുള്ളത് എന്തൊക്കെയുണ്ടോ, ഷർത്തുകളായാലും അമല് ചെയ്യുന്നിടത്തുള്ള പ്രത്യേകതകളായാലും അതെല്ലാം ഇസ്മു മഫ്ഊലിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ബാബിലൂടെ അതുപോലെ ഷറഹിലൂടെ മുന്നോട്ട് പോയി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജ്റുർ ആവിൻസിബ് താബിയല്ലദിൻ ഖഫൽ കമുബ്തഗി ജാഹിം വമാലൻ മന്നഹൽ وكل ما قرر الاسم فاعل يتسمى مفعول بلا تفاضل وهو كفعل صيغة للمفعول في معناه كالمعتكف فيكتفي. വജുർ അവിൻസിബ്, നിങ്ങൾക്ക് ജറു ചെയ്യാം, നസ്ബ് ചെയ്യാം. ഏതിന്? താബി അല്ലതി ഇൻഖഫല, മുൻഖഫിലായി വന്ന അഥവാ മജ്റൂറായി വന്ന ഒന്നിൻ്റെ താബിഇന്. ഒരു ഇസ്മു ഫാഇൽ ജറു ചെയ്ത ഇസ്മു ഫാഇൽ അതിൻ്റെ ശേഷമുള്ള ഇസ്മിന് ജറു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജറു ചെയ്തതിൻ്റെ താബി ആയിട്ട് അഥവാ നഅത്തോ സിഫത്തോ ആയിട്ട് വന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജറു ചെയ്യാം, നസ്ബ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ കമുബ്തഗി ജാഹിൻ, കമുബ്തഗി ജാഹിൻ, പദവിയെ ആഗ്രഹിക്കുന്നവൻ. ഇവിടെ മുബ്തഗി എന്ന ഇസ്മു ഫായിലിനു ശേഷമുള്ള ഇസ്മ അഥവാ ജാഹ് ജറ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് നഅത്തായിട്ട് അല്ലെങ്കിൽ സിഫത്തായി വന്ന മാല്, വമാലൻ, മുതലിനെയും പദവിയെയും ആഗ്രഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. അവിടെ മാലിൻ എന്നും വേണമെങ്കിൽ പറയാം, മാലൻ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ. യജൂസു ഫി താബിഇ മഅമൂലി ഇസ്മിൽ ഫാഇലിൽ മജ്റൂറി ബിൽ ഇലാഫത്തി, ഇലാഫത്ത് വഴി ജറ് ചെയ്യപ്പെട്ട ഇസ്മു ഫായിലിൻ്റെ മഅമൂല്, ഇലാഫത്ത് വഴി ജറ് ചെയ്യപ്പെട്ട ഇസ്മു ഫായിലിൻ്റെ മഅമൂല്, അതാണ് ഈ ജാഹിൻ എന്നുള്ളത് അല്ലേ. ഇസ്മു ഫായിലിൻ്റെ മഅമൂലാണ്, എന്നാലും അത് ജറ് ചെയ്യപ്പെടുകയും ചെയ്തു. ആ ജറ് ചെയ്യപ്പെട്ട മഅമൂലിലേക്ക് താബി ആയി വന്ന മാല്, അതിന് നിങ്ങൾക്ക് എന്തു ചെയ്യാം? അൽ ജറു വൻ നസ്ബു, ജറ് ചെയ്യാം, നസ്ബ് ചെയ്യാം. ഉദാഹരണം ഹാദാ ലാരിബു സെയ്ദിൻ വ അംറിൻ എന്നും പറയാം, ഹാദാ ലാരിബു സെയ്ദിൻ വ അംറൻ എന്നും പറയാം. അപ്പോൾ എന്തുകൊണ്ട് ജറ്, എന്തുകൊണ്ട് നസ്ബ്? ഫൽ ജറു മുറാഅത്തൻ ലിൽ ലഫ്ള്, അതിൻ്റെ മുമ്പുള്ള ആ ലഫ്ലിലേക്ക് മാത്രം പരിഗണിച്ചിട്ടാണ് ജറ്. സെയ്ദിൻ എന്നല്ല അതിൻ്റെ മുമ്പ്. അപ്പോൾ മൻഊത്തിൻ്റെ അതേ ഇറാബല്ല നഅത്തിന് കിട്ടേണ്ടത്. അപ്പോൾ വ അംറിൻ എന്ന്. വൻ നസ്ബു അല ഇൽമാരി ഫീലിൻ, നസ്ബ് ചെയ്യുന്നത് ഒരു ഫീലിനെ അവിടെ സങ്കല്പിച്ചുകൊണ്ട്. വഹുവ സ്വഹീഹു, അതാണ് ശരിയായ അഭിപ്രായം. ഇപ്പോൾ തഖ്ദീറു ഹാദാ ലാരിബു സെയ്ദിൻ വയളിരിബു അംറൻ എന്ന് പറയണം. അല്ലെങ്കിൽ ഔ മുറാഅത്തൻ ലിൽ മഹല്ലിൽ മഹ്ഫൂലി, സംഭവം സെയ്ദ് എന്നുള്ളത് ജറ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മഹൽ എന്താണ്? നസ്ബാണല്ലോ. ലാരിബ് എന്നുള്ളതിൻ്റെ നസ്ബായിട്ടാണല്ലോ അത് വരുന്നത്. അങ്ങനെയും പറയാം. വഹുൽ മഷൂർ, അതാണ് മഷൂറായ അഭിപ്രായം. വാക്കത്തുറുവിയ ബിൽ വജഹിനി, ഈ രണ്ട് രൂപത്തിലും റിവായത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സൂചന നൽകുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് അവിടെ പറയുന്നത്. ആ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കാര്യം മനസ്സിലായല്ലോ.
ഹാദാ ലാരിബു സൈദിൻ എന്ന് കഴിഞ്ഞ് അംറിൻ എന്ന് പറയാം, അംറൻ എന്ന് പറയാം. നോട്ട് ദ പോയിന്റ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, വകുല്ലുമാ ഖുർരിറ ലിസ്മി ഫാഇലി യുഅ്താ ഇസ്മ മഫ്ഊലിൻ ബിലാ തഫാദുലി. വകുല്ലുമാ എല്ലാം, ഖുർരിറ ലിസ്മി ഫാഇലി ഇസ്മു ഫാഇലിന് നിശ്ചയിച്ചതെല്ലാം, ഇസ്മു ഫാഇലിന് പരിഗണിച്ചതെല്ലാം, യുഅ്താ ഇസ്മ മഫ്ഊലിൻ ഇസ്മു മഫ്ഊലിനും കൊടുക്കും, ബിലാ തഫാദുലി ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ. ഓക്കെ, ഒരു വ്യത്യാസവുമില്ലാതെ. അപ്പോൾ ഫഹുവ ഈ ഇസ്മു മഫ്ഊല് കഫിഇലിൻ സീഗലിൽ മഫ്ഊലി മഫ്ഊലിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒരു ഫീല് പോലെയാണ്. ഏതാണ് മഫ്ഊലിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഫീല്? മജ്ഹൂലായ ഫീല്. ഓക്കെ, ഫി മഅനാഹു അതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ ഉദാഹരണം എങ്ങനെയായിരിക്കും? കൽ മുഅ്താ കഫാഫൻ കഫാഫിനെ നൽകപ്പെട്ടവൻ. കഫാഫ് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആ ഒരു കഫാഫ് ഉണ്ടല്ലോ, മതിയാവൽ, അതിനെ നൽകപ്പെട്ടവൻ. അപ്പോൾ ഉള്ളത് ആ ഖനാഅത്തിനെ നൽകപ്പെട്ടവൻ. യക്തഫി എല്ലാം അത് മതി അത് മതി എന്ന് പറയും. കൽ മുഅ്താ കഫാഫൻ കഫാഫിനെ നൽകപ്പെട്ടവൻ. യക്തഫി ഉള്ളത് കൊണ്ട് മതിയാക്കും. ഇവിടെ നോക്കൂ, കഫാഫൻ എന്നുള്ളതിന് അമല് ചെയ്തത് മുഅ്തി എന്ന ഇസ്മു ഫായിലല്ല, മുഅ്ത എന്ന ഇസ്മു മഫൂലാണ്. അപ്പോൾ ഇസ്മു ഫായിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇസ്മു മഫൂലും ചെയ്യും. ഓക്കെ, മുഅ്ത എന്നുള്ളത് എന്താണ്? ഇസ്മു മഫൂലാണ്. അതുകൊണ്ടാണ് നൽകപ്പെട്ടവൻ നമ്മൾ അർത്ഥം വെച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷറഹ് വായിച്ചു നോക്കാം. ജമീഉ മാ തഖദ്ദമ ഫി ഇസ്മിൽ ഫാഇലി ഇസ്മുൽ ഫായിലിൽ മുമ്പ് പറഞ്ഞതെല്ലാം, അഥവാ എന്തൊക്കെയാണ് പറഞ്ഞത്? മിൻ അന്നഹു ഇൻകാന മുജറദൻ അമില ഇൻകാന ബിമാനൽ ഹാലി അവിൽ ഇസ്തിഖ്ബാലി ബി ഷർത്തിൽ എഴുത്തിമാദി. ഓക്കെ, അപ്പോൾ മുജറദാണെങ്കിൽ അത് ഹാലിൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും അർത്ഥമുണ്ടാകും. വ ഇൻകാന ബിൽ അലിഫി വല്ലാമി അമില മുത്തലക്കൻ അലിഫിലാമ കൊണ്ടാണെങ്കിൽ മുത്തലക്കൻ നിലക്കത് അമല് ചെയ്യും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇസ്മു ഫായിലിനെ കുറിച്ച് ബന്ധപ്പെട്ട് ഒരുപാട്. ഇത് മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യസ്ബത്തുൽ ഇസ്മിൽ മഫൂലി, അതൊക്കെ ഇസ്മു മഫൂലിനും സ്ഥിരപ്പെടും. ഓക്കെ, ബി ഷർത്തിൽ എഴുത്തിമാദി എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓർമ്മല്ലേ? ഷർത്തുൽ എഴുത്തിമാദ് അല്ലേ, ഒന്നിനെ താങ്ങിയിട്ടേ ഇസ്മു ഫായിൽ നിൽക്കുമല്ലോ. അഥവാ താങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഒന്നുകിൽ ഇസ്തിഫാമ് വരണം, അല്ലെങ്കിൽ നിദാ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷർത്തുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? അലാരിബുൻ സെയ്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5-6 ഷർത്തുകൾ പറഞ്ഞിരുന്നു. അതാണ് ഷർത്തുൽ എഴുത്തിമാദ്. ആ എഴുത്തിമാദിൻ്റെ ഷർത്ത് ഇസ്മു മഫൂലിനും സ്ഥിരപ്പെടും എന്നർത്ഥം. ഫതഖൂലു, അപ്പോൾ നിങ്ങൾ പറയും അമൽറൂബുന സെയ്ദാനി, സെയ്ദുമാരാണോ അടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സെയ്ദുമാർ അടിക്കപ്പെട്ടോ, 2 സെയ്ദുകൾ അടിക്കപ്പെട്ടോ. അതിൻ്റെ അർത്ഥം അൽ ആന ഔ ഗദൻ എന്നാണ്. ഔ ജാ അൽ മൽറൂബു അബൂഹുമ, ആരുടെ വാപ്പാരാണോ അടിക്കപ്പെട്ടത് അവർ വന്നു. ആരുടെ 2 പേരുണ്ട്, ആ 2 പേരുടെ വാപ്പ അടിക്കപ്പെട്ടു, അവർ വന്നു. അൽ ആന ഔ ഗദൻ ഔ അംസി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹുക്കുമ്, ഇതിൻ്റെ ഹുക്കുമൊക്കെ അഥവാ ഇസ്മു ഫായിലിൻ്റെ ഹുക്കും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇസ്മു മഫൂലിനും ഉണ്ടായിരിക്കുമെന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത അപ്പോൾ അത് ലഫ്ലിലാണ്. ഇനി അടുത്ത മഅനയിൽ വഹുക്കുമുഹു ഇസ്മു മഫൂലിൻ്റെ ഹുക്കുമ് ഫിൽ മഅന വൽ അമലി, മഅനയിലും അമലിലും ഹുക്മുൽ ഫിഇലിൽ മബ്നിയിൽ മജ്ഹൂലി, മജ്ഹൂലായൊരു ഫീലിനെ പോലെ ആയിരിക്കും. ഇസ്മു ഫായില് മഅറൂഫായൊരു ഫീലിനെ പോലെയായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ലാരിബ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലറബ യലിബു അല്ലേ എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൽറൂബ് എന്നുള്ളതുകൊണ്ടോ ലുരിബ യുലറബു എന്നായിരിക്കും. ഫയുർഫൗൽ മഫ്ഊല കമാ യർഫഉ ഫീലുഹു, അപ്പോൾ അതിൻ്റെ ഫീല് അഥവാ മജ്ഹൂലായൊരു ഫീല് നായിബായ ഫായിലിന് അമൽ ചെയ്യുന്ന റഫ് ചെയ്യുന്നത് പോലെ മൽറൂബ് എന്ന് പറയുന്ന ഇസ്മു മഫ്ഊല് ഒരു ഇസ്മിന് റഫ് ചെയ്യും. കമാ തഖൂലു ലുരിബ സെയ്ദാനി എന്ന് പറയുന്നത് പോലെ അമൽറൂബുന സെയ്ദാനി എന്ന് പറയും. മനസ്സിലായല്ലോ? വ ഇൻകാന ലഹു മഫ്ഊലാനി, ഇനി എങ്ങാനും ഒരു ഇസ്മു മഫ്ഊലിന് 2 മഫ്ഊലുകൾ ഉണ്ടായി, ഒരു ഇസ്മു മഫ്ഊലിന് 2 മഫ്ഊലുകൾ ഉണ്ടായി, അഥവാ ഒരു ഇസ്മു മഫ്ഊലിന് ശേഷം 2 ഇസ്മുകൾ വന്നു. റഫാഹദഹുമ, ഒന്നിനെ റഫ് ചെയ്യും, വനസബൽ ആഖറ മറ്റേതിനെ നസ്ബും ചെയ്യും. ഉദാഹരണം നോക്കൂ, അൽ മുഅ്ത കഫാഫൻ യക്തഫി എന്നാണ്. ഇവിടെ 2 മഫ്ഊലുണ്ട്. ഒന്ന് അൽ മുഅ്ത നൽകപ്പെട്ടവൻ എന്ന് പറയുന്നതിലൊരു ഹുവയുണ്ട്, പിന്നെ കഫാഫൻ എന്ന് പറയുന്ന 2ാമത്തെ മഫ്ഊലും. വൽ മഫ്ഊലു ലമീറും മുസ്തത്തിറുൻ ആയിദുൻ അലൽ അലിഫി വല്ലാമി, ഇവിടുത്തെ അൽ മുഅ്ത എന്ന അലിഫ്ലാമിലേക്ക് മടങ്ങുന്ന ഒരു മഫ്ഊൽ അതിനുണ്ട്, അഥവാ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. 2ാമത്തെ അതിന് റഫ് ചെയ്തു
വഹുർ മർഫൂൻ ലി ഖിയാമിഹി മൊക്കാമൽ ഫായിലി, അത് നായിബ് ഫായിലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അതിന് റഫ് ചെയ്തു. കഫാഫ് എന്നുള്ളത് മഫ്ഊൽ സാനിയാണ്, അതിന് നസ്ബും ചെയ്തു. കാര്യം വ്യക്തമായല്ലോ. അപ്പം ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്മു ഫായിലിന് ശേഷം വന്ന ഒരു ഇസ്മ്, ആ ഇസ്മിന് ജർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇസ്മിലേക്ക് നഅത്തോ സിഫത്തോ ആയിട്ട് വരുന്ന ഇസ്മിനെ നിങ്ങൾക്ക് നസ്ബ് ചെയ്യാം, ജറു ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തത്, ഇസ്മു ഫായിലിനുള്ളതെല്ലാം ഇസ്മു മഫ്ഊലിനും നൽകണം. എല്ലാ ഹുക്കുമുകളും എല്ലാ രീതികളും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇസ്മു ഫായിലിൽ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ഒരു മഅറൂഫായ ഫീലിനെയാണ്. ഇസ്മു മഫ്ഊലിൽ അത് മജ്ഹൂലായ ഫീലിനെയാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.